ഓക്കെ. ഇത് നമ്മുടെ 5 to win സീരീസിലെ അടുത്ത 5 സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാണേ, കോസ്റ്റ് പ്രൈസ് ഓഫ് രണ്ട് ആർട്ടിക്കിൾ എയും ബിയും 4:5 ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 10% ഗെയിന് വിറ്റു, രണ്ടാമത്തത് 20% പ്രോഫിറ്റിന് വിറ്റു. ഡിഫറൻസ് ബിറ്റ്വീൻ ദയർ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 450 ആണ്. നമുക്ക് വേണ്ട 30% കോസ്റ്റ് പ്രൈസ് ടോട്ടൽ. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് പ്രൈസ് കൊടുത്താൽ തന്നെ ഞാൻ അത് തന്നെ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 10% ഗെയിന് എന്ന് പറയുമ്പോൾ 4 രൂപയുടേത് ഇൻറ്റു 1.1, അതായത് 11/10, 4.4 ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. രണ്ടാമത്തത് 5 രൂപയുടേത് 20% പ്രോഫിറ്റ്. 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 1.2, 5 ഇൻറ്റു 1.2 അല്ലെങ്കിൽ 6. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1.6. 1.6 ആണ് 450. അപ്പോൾ അതിൽ നിന്ന് ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 30, 300 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് 30% ഓഫ് കോസ്റ്റ് പ്രൈസ്. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 9 യൂണിറ്റ് ആണ്. അപ്പോൾ 9 ഇൻറ്റു 300, അതിൻ്റെ 30%, അതായത് 3/10. ഓക്കെ, അപ്പോൾ എത്ര വരും? ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു, 810 എന്ന് പറഞ്ഞു തരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ തന്നെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങളതെടുത്ത് നോക്കുക. കാരണം അത് ഓൾറെഡി ചെയ്തിട്ടതാ, ഇത് ഇൻഡിവിജ്വലായിട്ട് ചെയ്തിട്ടാ, അത് ഇനിയിപ്പോൾ പിന്നെ ചെയ്യണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഒരു മെഷീൻ 5000 രൂപയ്ക്ക് വാങ്ങിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം 6000 രൂപയ്ക്ക് അത് മറിച്ച് വിൽക്കുന്നു. 2 വർഷത്തിന് ശേഷം ഈ മെഷീൻ 8000 രൂപയ്ക്ക് വീണ്ടും വാങ്ങിക്കുന്നു. 10000 രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നു. ഓവറോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള കണക്കെടുക്കുകയാണ്. അപ്പോൾ ആദ്യമേ 5000 രൂപയ്ക്ക് വാങ്ങിച്ചു. ആദ്യം 5000 രൂപയ്ക്ക് വാങ്ങിച്ചു. അത് കഴിയുമ്പോൾ 6000 രൂപയ്ക്ക് ഇത് വിറ്റു. 6000 രൂപയ്ക്ക് വിറ്റു. പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ട് 8000 രൂപയ്ക്ക് അത് വാങ്ങിച്ചു. അപ്പോൾ 8000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി. 10000 രൂപയ്ക്ക് അത് വിറ്റു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? റേഷ്യോ എടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തും 0 ഉള്ളതുകൊണ്ട് അത് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി 13 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 16 രൂപയ്ക്ക് വിറ്റു. 13 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 16 രൂപയ്ക്ക് വിറ്റു. അപ്പം നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. 13-ൽ 3. 13-ൽ 3. 13 ഇൻറ്റു 300 ഇൻറ്റു 100 ചെയ്യുമ്പോഴേ 300/13 എന്ന് പറഞ്ഞത്. അപ്പോൾ നോക്കുക, ഉറപ്പായിട്ടും 13, 2, 26. 20-നേക്കാളും വലിയൊരു വാല്യൂ ആണ് വരുന്നത്. സോ ഇത് രണ്ടും ഞാൻ വിട്ടു. ഇനിയിപ്പോൾ ഉള്ളത് 20 കൊണ്ട് 23 ഉണ്ട്. ഞാൻ 13 ഇൻറ്റു 21 ചുമ്മാ എടുക്കുകയാണ്. എത്ര വരും? 13, 1, 13, ശിഷ്ടം 1, 13, 2, 26, 27. സോ അടുത്തുപോലും എത്തത്തില്ല 300-ന്റെ. പിന്നുള്ള ഈ ഒരു ഓപ്ഷനാണ്. സോ ഇതാകാനാണ് ചാൻസ്, അല്ലെ ഇതാണ്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. ഒരു ഷോപ്പ് കീപ്പർ ഒരു ഷുഗർ 44.8 രൂപ വാങ്ങിച്ചു. അങ്ങനെ ഒരു പ്രോഫിറ്റ് 12%. അപ്പം 44.8 ആയതുകൊണ്ട് തന്നെ ഞാൻ 112 എടുക്കുകയാണ്. 112 ആണ് 44.8. അപ്പോൾ ഒരു യൂണിറ്റ് 0.4. ഓക്കെ, 0.4 അല്ല, ഇൻറ്റു 4 ആണല്ലേ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 40 എന്ന് പറഞ്ഞിട്ട് അത് ഓക്കെയാണ്, അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡ്യൂ ടു വാട്ടർ സീപ്പേജ്, ചോർച്ച കാരണം 1/5 ഷുഗർ ഡാമേജ് ആയി. 5 കിലോ ഉണ്ടെങ്കിൽ 1 കിലോ ഡാമേജ് ആയി, ബാക്കി 4 കിലോ വിൽക്കാനുള്ളൂ. വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് സോ ദാറ്റ് റെസ്റ്റ് ഓഫ് ഐറ്റത്തിന് 5% ലാഭം കിട്ടണം. ആക്ച്വലി അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ ഈ ലീക്കേജ് കാരണം അല്ലെങ്കിൽ നഷ്ടമുണ്ടായിട്ടുള്ള ഐറ്റത്തിനെ കൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ട് വേണം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് 5 കിലോത്തിന് 200 രൂപയാണ്. അതൊക്കെയാണ്. ഇനി എന്ത് ചെയ്യണം? ഈ 200 രൂപയ്ക്ക് 5% പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതായത് 5% എന്ന് പറയുമ്പോൾ 21/20 ആണ് ഫ്രാക്ഷൻ. ഇനി എന്ത് ചെയ്യണം? ഇത് ടോട്ടൽ പ്രൈസ്. ആക്ച്വലി ഇപ്പം 4 കിലോ വിൽക്കാനുള്ളൂ. ബൈ 4, ഇത് 10. 210/4, അതായത് 210-ന്റെ പകുതിയുടെ പകുതി. 210 എന്ന് പറയുമ്പോൾ 105. 105-ന്റെ പകുതി. 105-ന്റെ പകുതി എന്ന് പറയുമ്പോൾ
52.5. സോ 52.5 ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമൻ ബോട്ട് ഫ്യൂ ആപ്പിൾ 720 ഫോർ ഫ്രം എ ഷോപ്പ്. നെഗോഷിയേറ്റഡ് ദ പ്രൈസ് ആൻഡ് ഷോപ്കീപ്പർ റെഡ്യൂസ്ഡ് ഇറ്റ് ബൈ 2 per apple. Due to this, Naman could buy 4 more apples than what he had bought earlier. How many apples does originally buy? അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നോക്കാം. 720 രൂപയായിരുന്നു ഇനീഷ്യൽ പ്രൈസ് 720 എന്നിട്ട് പ്രൈസ് 2 കുറച്ചു. അങ്ങനെ വന്നപ്പോൾ 4 എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റി. പ്രൈസ് 2 കുറച്ചപ്പോൾ 4 എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റി. 4 എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷനിൽ നിന്ന് പോകുന്ന ഈ 2 4 കിടക്കുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒറിജിനൽ. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു 720 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആകാനാ ചാൻസ്. ഇവർ പറഞ്ഞിരിക്കുന്ന ഒറിജിനൽ ആണ്. അപ്പോൾ ഒറിജിനൽ 48 ആണെങ്കിൽ പുതിയത് 52, ഇത് 36 ആണെങ്കിൽ 40, ഇത് 40 ആണെങ്കിൽ 48, ഇത് 40 ആണെങ്കിൽ 44. ഇതിൽ ആദ്യം ചെയ്യേണ്ട ഓപ്ഷൻ ഇതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 36 40 വെച്ച് 720 സുഖമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അതാണൊന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം 720 36 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനിഷ്യല് 20 കിലോ നമുക്ക് കിട്ടി. ഇനി ഇത് കറക്റ്റ് ആണെങ്കിൽ 20 ആപ്പിൾ കിട്ടി. ഇനിയിപ്പോൾ ഇത് കറക്റ്റ് ആണെങ്കിൽ സോറി 20 ആപ്പിൾ എന്ന് 720 36 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 രൂപയെന്ന് കിട്ടി ഒരു ആപ്പിളും. ഇനി ഇത് കറക്റ്റ് ആണെങ്കിൽ ഈ 720 40 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രൈസ് 2 കുറയണം. നമുക്ക് നോക്കാം. 720 40 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 18 വരും. 18 വന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഇത് തന്നെയാണ് ആൻസർ. അതായത് നിങ്ങൾ നോക്കുക, 720 വില 2 കുറച്ചപ്പോഴത്തേക്ക് 4 എക്സ്ട്രാ കിട്ടി. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന എണ്ണമാണ്. അപ്പൊ എണ്ണത്തിൽ നിന്നാണ് ഞാൻ പോയത്. അപ്പൊ 720 36 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 20. അപ്പോൾ 40 ഒറിജിനലി 40 ആകുമ്പോഴത്തേക്ക് 18 രൂപ വില 2 കുറഞ്ഞിട്ടുണ്ട്. സോ ഇത് തന്നെയായിരിക്കും ആൻസർ. അതാണ് ഈ സെറ്റിലുള്ളത്. അടുത്ത സെറ്റിൽ നമുക്ക് അടുത്ത് നോക്കാതെ